പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെയധികം വിചിത്രമായ വസ്തുക്കളാണ് ബ്ലാക്ക് ഹോളുകൾ. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും ബ്ലാക്ക് ഹോളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാറില്ല. അത്രമാത്രം അതിതീവ്രമായ ഗ്രാവിറ്റിയുള്ള വസ്തുവാണിത്. ഇപ്പോഴിതാ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ എന്ന ടെലസ്കോപ്പ് സൗരയൂഥത്തിന്റെ ഏറെ അടുത്തായി പുതിയൊരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയിരിക്കുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ എന്ന ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഏകദേശം 1000 പ്രകാശവർഷത്തോളം അകലെയായി വളരെ വിചിത്രമായ ആകൃതിയിൽ കറങ്ങുന്ന ഒരു നക്ഷത്രത്തെ കണ്ടെത്തുകയുണ്ടായി. പിന്നീടുള്ള നീണ്ട നാളുകളുടെ പഠനത്തിൽ നിന്നും ഈ നക്ഷത്രം വളരെ എലിപ്റ്റിക്കൽ ആകൃതിയിലായി ഒരു അദൃശ്യ വസ്തുവിനെയാണ് വലയം വയ്ക്കുന്നത് എന്ന് മനസ്സിലായി. ഇത്രയധികം കുറഞ്ഞ വലിപ്പത്തിൽ ഇത്രമാത്രം മാസ് ആ വസ്തുവിന് ഉണ്ടാവണമെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ യൂറോപ്യൻ സ്പേസ് ഏജൻസി പിന്നെയും കുറച്ച് ദിവസങ്ങളുടെ പഠനത്തിൽ നിന്നും ആ അദൃശ്യ വസ്തു ഒരു സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ ആണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഗയ എന്ന ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ പിന്നീട് ഈ ബ്ലാക്ക് ഹോളിനെ ഗയ BH3 എന്ന് വിളിച്ചു വരികയായിരുന്നു. മിൽക്കി വേയുടെ മധ്യത്തിലുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഗാലക്സിയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ബ്ലാക്ക് ഹോളാണിത്. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും മൊത്തം മാസിന്റെ 500 മടങ്ങ് ഇരട്ടിയാണ് സൂര്യന്റെ മാസ് എന്നത്. അത്തരത്തിലുള്ള 33 സൂര്യന്മാരുടെ മാസ് ഒരുമിച്ച് കൂടിച്ചേർന്നതാണ് ഗയ BH3യുടെ മാസ് എന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 33 സൂര്യന്മാർ ഒരുമിച്ചുള്ള ഒരു മാസ് വളരെ ചെറിയ 200 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ഗോളത്തിൽ ഒതുക്കിയാൽ എങ്ങനെയായിരിക്കും? അതാണ് ഗയ BH3. എന്നാൽ മിൽക്കി വേയുടെ മധ്യത്തിലുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്നത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണ്. ഇതിന് ഏകദേശം 4.2 മില്യൺ സോളാർ മാസ് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. നക്ഷത്രങ്ങൾക്ക് സൂപ്പർനോവ സംഭവിച്ചാണ് പ്രപഞ്ചത്തിൽ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ രൂപമെടുക്കുന്നത്. ഏകദേശം 10 മുതൽ 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു നക്ഷത്രത്തിന് സൂപ്പർനോവ സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഗയ BH3 എന്ന ബ്ലാക്ക് ഹോൾ രൂപമെടുത്തത്. സാധാരണയായി ഏതൊരു ബ്ലാക്ക് ഹോളിൽ നിന്നും ഒരു തരി പ്രകാശം പോലും പുറത്തു വരാത്തത് കൊണ്ടാണ് അവയെ കണ്ടെത്തുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നത്. ഇനി ബ്ലാക്ക് ഹോളുകൾക്ക് അവയ്ക്ക് ചുറ്റുമുള്ള ഒരു വസ്തുക്കളെ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ബ്ലാക്ക് ഹോളുകളുടെ ചുറ്റുമായി പ്രകാശപൂരിതമായ ഒരു അക്രീഷൻ ഡിസ്ക് നിലനിൽക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്കവയെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഗയ BH3യുടെ കാര്യത്തിൽ ഇത് തീർത്തും മന്ദകാരത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതിന് അക്രീഷൻ ഡിസ്ക് നിലനിൽക്കാത്തതൊക്കെ കൊണ്ടാണ് ഈ ബ്ലാക്ക് ഹോളിനെ നമ്മൾ കണ്ടെത്താൻ ഏറെ വൈകിയത്. ഒരുപക്ഷെ ഗയ BH3ക്ക് ചുറ്റുമായി ഉണ്ടായിരുന്ന നക്ഷത്രത്തിന്റെ ഭ്രമണപാത ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ ബ്ലാക്ക് ഹോളിനെ ഇന്നും നാം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഇനി ഈ നക്ഷത്രവും ഗയ BH3 എന്ന ബ്ലാക്ക് ഹോളും ഒരു ബൈനറി സിസ്റ്റമാണ്. അതായത് ഒരു പൊതുവായ ബിന്ദുവിനെ കേന്ദ്രമാക്കി പരസ്പരം വലയം ചെയ്യുകയാണ് ഇവ രണ്ടും. ഈ നക്ഷത്രം ഒരു തവണ പൂർണ്ണമായും കറങ്ങാനെടുക്കുന്ന സമയമെന്നത് ഏകദേശം 11.6 ഭൗമവർഷങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ നടത്തിയ പഠനത്തിൽ നിന്നും ഈ നക്ഷത്രം ഗയ BH3 എന്ന ബ്ലാക്ക് ഹോൾ രൂപമെടുത്തതിന് ശേഷമാണ് ഇവിടെ എത്തപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. അതായത് ഗയ BH3 എന്ന നക്ഷത്രത്തിന് സൂപ്പർനോവ സംഭവിച്ച് അതൊരു ബ്ലാക്ക് ഹോൾ ആയതിനു ശേഷമാണ് ഇതൊരു ബൈനറി സിസ്റ്റമായി മാറ്റപ്പെട്ടത്. ഗയ BH3 എന്ന ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തുന്നതിന് മുമ്പ് സൗരയൂഥത്തിന്റെ വളരെ അടുത്തുണ്ടായിരുന്ന ബ്ലാക്ക് ഹോൾ എന്നത് ഗയ BH1 എന്ന ബ്ലാക്ക് ഹോളാണ്. ഇതിനെയും കണ്ടെത്തിയത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ എന്ന ടെലസ്കോപ്പ് തന്നെയാണ്. ഗയ BH3യെ കണ്ടെത്തിയതുപോലെ തന്നെയാണ് ഗയ BH1നെയും നാം കണ്ടെത്തുന്നത്. അതായത് ഇതും ഒരു ബൈനറി സിസ്റ്റം തന്നെയാണ്.
ഇതിനു ചുറ്റുമായിട്ടും ഒരു നക്ഷത്രം നിലകൊള്ളുന്നുണ്ട്. ഗയ BH1 ഭൂമിയിൽ നിന്നും ഏകദേശം 1560 പ്രകാശവർഷം അകലെയാണ് നിലകൊള്ളുന്നത്. ഈ ബ്ലാക്ക് ഹോളിന് ഏകദേശം 10 സൂര്യന്മാരുടെ മാസ് ഉണ്ട് എന്നും കരുതപ്പെടുന്നു. ഗയ BH1 നിന്നും ഏകദേശം 500 പ്രകാശവർഷത്തോളം കൂടുതൽ അടുത്തായിട്ടാണ് ഗയ BH3 നിലനിൽക്കുന്നത്. ഇനി ഗയ BH3 എന്ന ബ്ലാക്ക് ഹോൾ ഭൂമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ നിലവിലില്ല എന്ന് തന്നെ പറയാം.